ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 10-15ഓളം ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് 1-2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള കൂന്തലിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് കൂന്തൽ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.